നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകല വിശുദ്ധന്മാർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് കുരുവിള വർഗീസ്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് പഴയ നിയമ പൗരോഹിത്യത്തെയും പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യത്തെയും തമ്മിൽ കോർത്തിണക്കി നിഴലായതിൽ നിന്ന് പൊരുളായതെങ്ങനെ നിറവേറി എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം നൽകിയിരുന്ന യാഗങ്ങളിൽ 5-ാമത്തെ യാഗമാണ് ആകൃത്യയാഗം എന്നുള്ളത് നമ്മൾ കണ്ടു. അതിനെ ആധാരമാക്കിയാണ് നാം ദൈവവചനത്തിൽ നിന്ന് ഈ ദിവസങ്ങളായി വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5-ാമത്തെ യാഗം ആകൃത്യയാഗം. ഇപ്പോൾ നാം കാണുവാൻ പോകുന്നത് ദൈവപുത്രനും അകൃത്യയാഗവും. എങ്ങനെ ദൈവപുത്രൻ്റെ ക്രൂശ് മരണത്തിൽ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ കാണുന്ന അകൃത്യയാഗം നിറവേറി എന്നുള്ളതാണ്. അതിനാധാരമായി ഒരു വേദവചന ഭാഗം നിങ്ങളുടെ മുൻപാകെ വായിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം മുതൽ. എന്നാൽ ദൈവപുത്രൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ദൈവപുത്രൻ്റെ മേൽ ആയി. ദൈവപുത്രൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം ദൈവപുത്രൻ്റെ മേൽ ചുമത്തി. തന്നെ താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും ദൈവപുത്രൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തറിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും ദൈവപുത്രൻ വായി തുറക്കാതിരുന്നു. ദൈവപുത്രൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് ദൈവപുത്രൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം ദൈവപുത്രന് ദണ്ഡനം വന്നു എന്നും തലമുറയിൽ ആർ വിചാരിച്ചു. ദൈവപുത്രൻ സാഹസമൊന്നും ചെയ്യാതെയും ദൈവപുത്രൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെ ഇരുന്നിട്ടും ദൈവപുത്രന് അവർ ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. ദൈവപുത്രൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ ദൈവപുത്രനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ നമ്മുടെ കഷ്ടം വരുത്തി അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം ദൈവപുത്രൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും എന്നുള്ള പ്രവചനത്തെ നിറവേറ്റിക്കൊണ്ടാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ സ്വയം ആകൃത്യയാഗമായി അർപ്പിക്കപ്പെട്ടത് എന്നുള്ള ദൈവവചന സത്യം ആരും മറന്നു പോകരുത്. ആകൃത്യയാഗവും ദൈവപുത്രനും എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി തുടർന്ന് വിചിന്തനം ചെയ്യുവാൻ പോകുകയാണ്. 1. യാഗമൃഗത്തെയോ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ അകൃത്യം ചെയ്തവൻ പ്രായശ്ചിത്തമായി പിടിച്ച് ബന്ധിക്കുന്നു. ദൈവപുത്രനായ കുഞ്ഞാടിനെ മഹാപുരോഹിതൻ, അതായത് ഹന്നാവും കയ്യാഫാവും ജനത്തിൻ്റെ മൂപ്പന്മാരും വലിയ പുരുഷന്മാരും ഒന്നു ചേർന്ന് വന്ന് ദൈവപുത്രൻ്റെ മേൽ കൈവച്ച് അവനെ പിടിച്ചു, അവനെ ബന്ധിച്ചു. ഓടിപ്പോകാതിരിക്കാനാണ്. ഓടിപ്പോകണമെങ്കിൽ സ്വയം ഓടിപ്പോകാമായിരുന്നുവല്ലോ. സർവജ്ഞാനിയല്ലേ. ഗലീല കടലിലെ മീൻ്റെ വയറ്റിലെ സ്വർണ്ണപ്പണവും. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവൻ അറിയാതിരുന്നത്? ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഹൃദയത്തിൻ്റെ ആലോചനയും ഒക്കെ പരസ്യമായി വിളിച്ചു പറഞ്ഞവനല്ലേ. അങ്ങനെയാകുന്നു എങ്കിൽ നദനയേലിരുന്ന ഭവനം താൻ ശുശ്രൂഷിച്ച സ്ഥലത്തിന് 28 കിലോമീറ്റർ ദൂരെയുള്ളിടത്ത് അവൻ്റെ വീടിൻ്റെ മുൻപിലെ അത്തിയും അവനിരുന്ന സ്ഥലവും അറിയാവുന്നവനല്ലേ ദൈവപുത്രൻ. അങ്ങനെയാകുന്നുവെങ്കിൽ അവർ മഹാപുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും ജനത്തിൻ്റെ മൂപ്പന്മാരും പുറപ്പെടുന്നതിന് മുൻപ്
ഓടിപ്പോകാതിരിക്കുവാൻ സാധാരണക്കാർ ശ്രമിക്കുന്നത് പോലെ ഓടിപ്പോകുവാൻ ദൈവപുത്രനും ഓടിപ്പോകാമായിരുന്നുവല്ലോ. എന്നിട്ടും കുറുപ്രാവിനെയോ യാഗമൃഗത്തെയോ ബന്ധിക്കുന്നത് പോലെ, കുറുപ്രാവിനെ കൂട്ടിനകത്താക്കുന്നത് പോലെയും യാഗമൃഗത്തെ കെട്ടിക്കൊണ്ടുവരുന്നത് പോലെയും ദൈവപുത്രനെ അവർ പിടിച്ചു. നോക്കണം, അകൃത്യയാഗവും ദൈവപുത്രനും തമ്മിലുള്ള ആ നിറവേറലിൻ്റെ ദൃശ്യം. രണ്ടാമത്, യാഗമൃഗങ്ങൾ വായ് തുറക്കാതിരിക്കുന്നു. അതുപോലെ യെശയ്യാപ്രവചനം 42:2, 53:7 ദൈവപുത്രൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ മിണ്ടാതിരുന്നു. മത്തായി സുവിശേഷം 26:62. മൂന്നാമത്, യാഗമൃഗത്തെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ കയർ കൊണ്ട് കെട്ടുന്നു. സങ്കീർത്തനം 118:27 ദൈവപുത്രനെ അവർ കയർ കൊണ്ട് ബന്ധിച്ചു. മത്തായി സുവിശേഷം 27:2, മർക്കോസിൻ്റെ സുവിശേഷം 15:1, യോഹന്നാൻ്റെ സുവിശേഷം 18:18. നോക്കണം, കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച സകല പങ്കപ്പാടുകളും അകൃത്യയാഗമൃഗത്തിൻ്റെ മേൽ പുരോഹിതന്മാരോ അല്ല അർപ്പകനോ ചെയ്യുന്നത് പോലെ സകലതും ദൈവപുത്രൻ്റെ മേൽ നിറവേറി. നാലാമത്, അനുസരണം കെട്ട മക്കളുടെ മുഖത്ത് ശിക്ഷയാവണ്ണം അപ്പന്മാർ തുപ്പാറു പതിവുണ്ട്. സംഖ്യാപുസ്തകം 12:14. അതുകൊണ്ടാണ് അത് എഴുതിയത്. ദേവരധർമ്മം പരിപാലിക്കാത്ത ഭർത്തൃ സഹോദരൻ്റെ ഭാര്യ ചെരുപ്പ് കാലിൽ നിന്നഴിച്ച് പരസ്യമായി അടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തത് യഹൂദൻ്റെ പ്രമാണങ്ങളിലൊന്നായിരുന്നു. ആവർത്തന പുസ്തകം 25:6-10 വരെയുള്ള വാക്യങ്ങൾ. അത്ര നികൃഷ്ട ശിക്ഷയായിരുന്നു മുഖത്ത് തുപ്പുന്നത്. ദൈവപുത്രൻ ന്യായപ്രമാണമനുസരിച്ച് ദൈവത്തെ മാനിക്കുന്നില്ല എന്ന കള്ളസാക്ഷ്യം ചുമത്തി അവർ ദൈവപുത്രൻ്റെ മുഖത്ത് തുപ്പി മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ ദൈവപുത്രനെ കന്നത്തടിച്ചു. മത്തായി സുവിശേഷം 26:67. ഇതെല്ലാം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനത്തിൻ്റെ നിവർത്തിയായിരുന്നു. പ്രവചനം കാണുക, യെശയ്യാ പ്രവചനം 50:6. അവിടെ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ. ഇയ്യോബ് ഇതിനെക്കുറിച്ച് പ്രവചിക്കുന്ന പ്രവചനം കാണുക. അവർ എന്നെ അടിച്ചു അകന്ന് നിൽക്കുന്നു, അറച്ച് അകന്ന് നിൽക്കുന്നു. എന്നെ കണ്ട് തുപ്പുവാൻ അവർ ശങ്കിക്കുന്നില്ല. 30:10. അടിക്കുന്നവർക്ക് കൈകൾ കൊണ്ട് തടുക്കാതെ തൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് കവിളും കാണിച്ചു കൊടുത്തു. മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചതുമില്ല എന്ന് ഈ പ്രവചന ഭാഗത്തെ നിറവേറ്റിക്കൊണ്ട്, അതായത് യെശയ്യാപ്രവചനം 50:6 ഇയ്യോബിൻ്റെ പുസ്തകം 30:10 കാണുന്ന പ്രവചനത്തെ നിറവേറ്റിക്കൊണ്ട് ദൈവപുത്രൻ അക്ഷരീയമായി നിവർത്തിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 27:30, മർക്കോസ് എഴുതിയ സുവിശേഷം 15:19, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22:63. ശരീരത്തിൽ ഇരുന്നപ്പോഴും അവർ ദൈവപുത്രനെ പരിഹസിച്ചു. മത്തായി സുവിശേഷം 19:24. പ്രവചനം നോക്കുക. അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവർ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു. സങ്കീർത്തനം 35:16. നിറവേറൽ. മത്തായി സുവിശേഷം 27:26, 29, മർക്കോസ് സുവിശേഷം 15:20, ലൂക്കോസ് സുവിശേഷം 23:11, 36. എന്തിനധികം, പടയാളികളും കർത്താവിനെ പരിഹസിച്ചു. യഹൂദന്മാരുടെ ഉത്സവ ദിവസങ്ങളിൽ, അത് മരുഭൂമിയിൽ പാർത്തപ്പോൾ ആചരിച്ച ഉത്സവമല്ല, വാഗ്ദത്ത ദേശത്ത് ന്യായാധിപന്മാരുടെ കാലത്ത് ആചരിച്ച ഉത്സവങ്ങളല്ല, ആരംഭകാലത്തിൽ ദാവീദിൻ്റെയും ശലോമോൻ്റെയും ചില രാജാക്കന്മാരുടെയും ഭരണകാലത്ത് നടന്ന ഉത്സവങ്ങളല്ല. പിൽക്കാലത്ത് ഉത്സവം ഒരു പ്രഹസനവും പൈശാചികവുമായി മാറിയപ്പോൾ അവർ ഉത്സവങ്ങളിൽ ഒരു പ്രത്യേക പരിപാടി നാട് നീളെ പരിഹാസികളെ കൊണ്ട് ഇന്നത്തെ മിമിക്രിയും അതുപോലെ കാര്യങ്ങളും നടത്തുന്നത് പോലെ നടത്തുക പതിവായിരുന്നു. ആ സന്ദർഭത്തിൽ അതുവഴി പോകുന്നവരാര് വന്നാലും അവർ അധിക്ഷേപിക്കും. ദൈവപുത്രനെയും അങ്ങനെ തന്നെ അവർ ചെയ്തു. അഞ്ചാമത്, മുള്ളുകൊണ്ട് കിരീടം മെടഞ്ഞ് തലയിൽ വെച്ചു. മത്തായി എഴുതിയ സുവിശേഷം 27 29 വാക്യം. മുള്ള് ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയിൽപ്പെട്ടതല്ല.
ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിപ്പിനെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു സൃഷ്ടിയിലും ദൈവം ആദ്യം മുള്ളിനെ സൃഷ്ടിച്ചില്ല. പ്രത്യുത ആദാം ചെയ്ത പാപത്തിൻ്റെ പരിണതഫലമായി ശാപഗ്രസ്തമായ ഭൂമിയിൽ പാപത്തിൻ്റെ പരിണതഫലമായി സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയത്രേ മുള്ള്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. മനുഷ്യൻ ചെയ്ത സകല പാപത്തിൻ്റെയും അകൃത്യത്തിൻ്റെയും ഫലമായി ഉണ്ടായ സകല ഫലങ്ങളും അതിൽ ഒന്നായ മുള്ളും ദൈവപുത്രൻ വഹിക്കുവാൻ താൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. അത് സംബന്ധമായി യെശയ്യാവ് പ്രവചിച്ച പ്രവചനം നോക്കുക. എന്താണ് നമ്മൾ പഠിക്കുന്നത്? അക്ഷരികമായി അകൃത്യയാഗത്തിന്മേൽ കാട്ടിക്കൂട്ടുന്ന, ചെയ്യുന്ന, വഹിപ്പിക്കുന്ന സകല ശിക്ഷകളും നമ്മളുടെ അകൃത്യത്തിൻ്റെയും പാപത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും ഫലമായി നമ്മളിൽ വരേണ്ട സകല ശിക്ഷകളും ന്യായപ്രമാണ പ്രകാരം നാം പാർക്കുന്ന രാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ അല്ല, പ്രത്യുത ദൈവവചനം ആകുന്ന ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വിധി പ്രകാരം നാം അനുഭവിക്കേണ്ട ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചു തീർത്തു. യെശയ്യാവിൻ്റെ പ്രവചനത്തിലെ വചനം ഇവിടെ പറയട്ടെ. നമ്മൾ ആദ്യമേ വായിച്ചതാണ്. ദൈവപുത്രൻ തൻ്റെ പ്രാണനെ ഒരു അകൃത്യയാഗമായി തീർത്തിട്ട് തൻ്റെ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ദൈവപുത്രൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ തൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ കണ്ടോ, അകൃത്യത്തെ വഹിക്കുന്ന അകൃത്യയാഗ മൃഗത്തെ പോലെ നമ്മുടെ അകൃത്യങ്ങളെ ദൈവപുത്രൻ വഹിക്കും. അതുകൊണ്ട് ദൈവപുത്രന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവർ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനില നിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യും. അക്ഷരാർത്ഥത്തിൽ അത് നിറവേറിയില്ലേ? യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. സാരാംശത്തിൽ ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 37 കാണുന്ന 6 വിധ യാഗങ്ങളും ദൈവപുത്രൻ തൻ്റെ ക്രൂശുമരണം എന്ന പരമയാഗത്തിൽ കൂടി നിറവേറ്റി എന്ന് ക്രൂശീകരണത്തിന് 700 സംവത്സരങ്ങൾക്ക് മുൻപ് യെശയ്യാവ് പ്രവചിച്ചു. അവ ഏതൊക്കെയാണെന്ന് കാണുക. 53-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അകൃത്യയാഗം, മനുഷ്യന് സമാധാനം ലഭിക്കേണ്ടതിന് വേണ്ടി സമാധാനയാഗം 53-ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്നു. നാം എല്ലാവരുടെയും അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടേണ്ടതിന് വേണ്ടി ഒരു അകൃത്യയാഗത്തിന്മേൽ യാഗാർപ്പകൻ തൻ്റെ അകൃത്യം തലമേൽ കൈവച്ച് ചുമത്തുന്നത് പോലെ ദൈവം നമ്മുടെ അകൃത്യം ദൈവപുത്രന്റെ മേൽ ചുമത്തി. 53-ാം അധ്യായം 6-ാമത്തെ വാക്യം യെശയ്യാ പ്രവചനം. 4, ലോകത്തിൽ എവിടെയുമുള്ള സകലരുടെയും അതിക്രമ നിമിത്തം അകൃത്യയാഗമൃഗം ശിക്ഷ അനുഭവിക്കുന്നതിന് തുല്യമായി ദൈവപുത്രൻ സകലവിധ ദണ്ഡനവും അനുഭവിച്ചു. 53-ാം അധ്യായം 8-ാമത്തെ വാക്യം. 5, കർത്താവ് നിവർത്തിച്ച അകൃത്യയാഗത്തിൻ്റെ പ്രതിഫലം എന്തെല്ലാമാണ് എന്ന് നോക്കുക. ഒരു അകൃത്യയാഗമൃഗം അകൃത്യയാഗമായി തൂസിയായി മൃഗമാകുന്നെങ്കിൽ രക്തം യാഗപീഠത്തിൻ്റെ പാർശ്വങ്ങളിൽ ചുറ്റും തേർത്തിട്ട് അവസാനമായി ശേഷിക്കുന്ന യാഗപീഠത്തിൻ്റെ താഴെ ഒഴിച്ചു കളയുന്നു. അതിൽ നിന്ന് യാഗമൃഗമൊന്നും അറിയുന്നില്ലെങ്കിലും യാഗാർപ്പകൻ സമാധാനവും സന്തോഷവും സംതൃപ്തിയും വിടുതലും പ്രാപിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ച അകൃത്യയാഗത്തിൻ്റെ പ്രതിഫലം എന്ത് ലഭിച്ചു? അകൃത്യയാഗ മൃഗത്തിനൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല. പക്ഷെ അകൃത്യയാഗമായി തീർന്ന ദൈവപുത്രന് ലഭിച്ച പ്രതിഫലം, അവനൊരു അകൃത്യയാഗമായിട്ട് 1, അവൻ തൻ്റെ സന്തതിയെ കണ്ടു. 2, നിത്യജീവൻ ദീർഘായുസ് പ്രാപിച്ചു. 3, യഹോവയുടെ ഇഷ്ടം തൻ്റെ കയ്യാൽ സാധിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ 17 താൻ തന്നെ സ്വയം സമർപ്പിച്ച് ക്രൂശീകരണത്തിന് അല്പനിമിഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത്, ഭൂമിയിൽ നീ എനിക്ക് ചെയ്യുവാൻ എന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്ന്. 4, പ്രയത്നഫലം കണ്ട് തൃപ്തനായി. എന്താണ് ആ പ്രയത്നഫലം? നാമാണ്, ദൈവസഭയാണ്. അടുത്തത്, തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിച്ചിരിക്കുന്നു. നീതീകരണം ഒരു കോടതി ഭാഷയാണ്.
തെറ്റ് ചെയ്ത വ്യക്തിയെ വിധിക്ക് വേണ്ടി കോടതിയിൽ കൊണ്ട് നിർത്തുമ്പോൾ അവൻ ചെയ്ത തെറ്റ് ക്ഷമിച്ചിട്ട് കോടതിയിലെ ന്യായാധിപൻ അവനെ നീതീകരിച്ച് പറഞ്ഞു വിടുന്നത് പോലെ നമ്മുടെ അകൃത്യങ്ങൾ മുഴുവൻ അവൻ്റെ മേൽ ചുമത്തി തൻ്റെ അകൃത്യയാഗത്തിൻ്റെ പരിപൂർണതയാൽ നമ്മളെ അവൻ നീതീകരിച്ചു. സ്വയനീതീകരണമല്ല. 6, മഹാന്മാരോടുകൂടെ ഓഹരി പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഏതായാലും ഒരു കാര്യം ശ്രദ്ധിക്കണം. വേദപുസ്തക ചരിത്രത്തിൽ അനവധി മഹാന്മാരുണ്ടെങ്കിലും മഹാന്മാരിലും മഹാനായി യേശു ക്രിസ്തു അത് അനുഭവിച്ച കഷ്ടതയുടെ ഫലമായി ലഭിച്ച ഓഹരിയാണ് നമ്മൾ എല്ലാവരും എന്ന് മറക്കരുത്. അടുത്തത്, ബലവാന്മാരോടുകൂടെ കൊള്ള പങ്കിട്ടു. എന്താണ് ആ കൊള്ള എന്നുള്ളത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. എത്ര നഗ്നമായ സത്യം തിരുവചനത്തിൽ ദൈവപുത്രൻ നമുക്ക് വേണ്ടി അകൃത്യാഗമായി തീർന്നു എന്നതിൽ കൂടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. 6, ഇവയ്ക്കുള്ള പ്രധാന കാരണം 1, തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു. 2, അനേകരുടെ അർത്ഥാൽ തന്നെ വിശ്വസിക്കുന്നവരുടെ പാപം വഹിച്ചു. നമ്മളെല്ലാവരുടെയും പാപം അവൻ വഹിച്ചു. 3, അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നു. 4, അതിക്രമക്കാരോടുകൂടി അധർമ്മികളോടുകൂടി എണ്ണപ്പെട്ടു. 53-ാമത്തെയും 12-ാമത്തെ വാക്യം വിവരിച്ചാൽ എത്ര സമ്പുഷ്ടവും വിവരിച്ച് തീർക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആഴമായ സത്യവും അടങ്ങുന്നതാകുന്നു ദൈവപുത്രൻ്റെ അകൃത്യയാഗം. അടുത്തത്, അവൻ തൻ്റെ സന്തതിയെ കാണും എന്ന പ്രവചനത്തിൻ്റെ നിഴലായ ഉദാഹരണവും പൊരുളായ സത്യവും പഴയ നിയമത്തിലുള്ളതും പുതിയ നിയമത്തിലുള്ളതും നമുക്ക് ഗ്രഹിക്കുവാൻ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ, ഒരു കോലാട്ടിൻ കൊറ്റനെയോ ആട്ടിൻകുട്ടിയെയോ സ്വതന്ത്രമായി നടന്നതിനെ പിടിച്ചു കെട്ടുകയോ കൂട്ടിലാക്കുകയോ ചെയ്യുന്നത് പോലെ സ്വർഗത്തിൽ പിതാവിന് സമനായി പിതാവിൻ്റെ പിതാവിൻ്റെ കടിപ്രദേശത്തിരുന്നവൻ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിൽ വന്ന് മാനവരാശിയുടെ അകൃത്യയാഗമായി തീർന്നതുകൊണ്ട് അകൃത്യയാഗ നിയമങ്ങൾ, അതിൻ്റെ നിബന്ധനകൾ മുഴുവൻ നിറവേറ്റി തന്നെ ഒരു അകൃത്യയാഗമാക്കി നമ്മെ അകൃത്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുവിച്ചു. അതുകൊണ്ട് 32-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് എഴുതി, ലംഘനം ക്ഷമിച്ചും അതിക്രമം മറച്ചും പാപം ക്ഷമിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് ശിക്ഷിക്കപ്പെട്ടു, നാം ഭാഗ്യവാന്മാരായി. എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത ആ പാപപരിഹാര പ്രായശ്ചിത്ത യാഗത്തിനായി, ആ അകൃത്യയാഗത്തിനായി ദൈവമായ പിതാവിനെ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഇത് മുഖാന്തരം അവരും അവരുടെ കുടുംബങ്ങളും ദൈവവചന ശുശ്രൂഷയിൽ സമ്പുഷ്ടതരായി തീരത്തക്കവണ്ണം എല്ലാവർക്കും കൃപ കൊടുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.